വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന നമ്മുടെ യുവാക്കൾ, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ കുടുംബസ്ഥന്മാർ, അവരുടെ പ്രയാസങ്ങളും വേദനകളും വേവലാതികളും ആരാണ് കാണേണ്ടത്? ആരാണ് അറിയേണ്ടത്? ആരാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടത്? ആരാണ് അവർക്ക് തണലായി നിൽക്കേണ്ടത്? ഹൃദയ ദുരന്തത്തിൽ നിന്ന് ആരാണ് അവരെ മോചിപ്പിക്കേണ്ടത്? ആരാണ് അവർക്ക് സംരക്ഷണം നൽകേണ്ടത്? ആരാണ് അവരെ തലോടേണ്ടത്? ആരാണ് അവരെ താങ്ങേണ്ടത്? ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് പണം വേണം, നമുക്ക് പൈസ വേണം. നമ്മുടെ മോഡേൺ ലൈഫിന് നാം ആവശ്യപ്പെടുമ്പോൾ, നാം ആവശ്യപ്പെടുന്ന തരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരണം. അതല്ലെങ്കിൽ അത് നിർവഹിക്കാനുള്ള പണം നമുക്ക് തരണം. ഇങ്ങനെ കഷ്ടപ്പാടിന്റെയും നെടുവീർപ്പിന്റെയും നൊമ്പരമറിയാത്ത ഒരു തരം മോഡേൺ പ്രേമികൾ പല മനുഷ്യന്മാരുടെയും ജീവിത ദുഃഖമായി, ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. നാം അവരെക്കുറിച്ച് ഓർക്കണം, അവരുടെ വേവലാതികൾ ഓർക്കണം, അവരുടെ പ്രയാസങ്ങൾ അറിയണം. നമ്മുടെ സ്വാർത്ഥമായ സുഖത്തിന് വേണ്ടി അവരെ ഉപയോഗിച്ചാൽ മാത്രം പോരാ. ആവശ്യമായി വരുമ്പോൾ, ആവശ്യമുള്ള സാഹചര്യത്തിൽ, ആവശ്യമുള്ളതുപോലെ അവർക്ക് ഉപകാരം ചെയ്യാനും നമുക്ക് കഴിയണം. എന്തുപകാരമാണ് ചെയ്യേണ്ടത്? ഏതുപകാരമാണ് നാം ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി നൊമ്പരപ്പെടുന്ന, നമുക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ മാറ്റി നിർത്തി, മാതാപിതാക്കളിൽ നിന്നകന്ന്, കൂട്ടുകുടുംബാദികളിൽ നിന്നകന്ന്, ഭാര്യയിൽ നിന്നകന്ന്, മക്കളിൽ നിന്നകന്ന്, അകലങ്ങളിലേക്ക് പറന്നുപോയ നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ, നമ്മുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാരുണ്ടല്ലോ. അവർക്ക് ആശ്വാസത്തിന്റെ ഒരു തേന്മഴ, സമാധാനത്തിന്റെ ഒരു വചനപ്പൊരുൾ, ആശ്വാസത്തിന്റെ ഒരാശയം വാക്കുകളിലൂടെയെങ്കിലും അകലങ്ങളിൽ കഴിയുന്ന അവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ നിർവഹിക്കാനുള്ള, നമ്മുടെ അഭിലാഷങ്ങൾ തീർക്കാനുള്ള, നമ്മുടെ മോഹങ്ങളുടെ ഉപകരണങ്ങൾ മാത്രമായി അവരെ കാണാതെ, അവരും മനുഷ്യരാണ്, അവർക്കും നൊമ്പരമുണ്ട് എന്ന് നാം ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികളിൽ പെടാതെ വിദേശ രാജ്യങ്ങളിൽ കടന്ന് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർക്ക് ഒരാശ്വാസത്തിന്റെ തണൽ മരമായി മാറാൻ നമുക്ക് കഴിയും. പിതാക്കന്മാരെ, നമുക്ക് കഴിയും. ഉമ്മമാരെ, നമുക്ക് കഴിയും. സഹോദരന്മാരെ, നമുക്ക് കഴിയും. സഹോദരിമാരെ, നമുക്ക് കഴിയും. ഭാര്യമാരെ, നമുക്ക് കഴിയും. മക്കളെ, പറയുന്നതിങ്ങോട്ട് അപ്പോൾ കിട്ടണം എന്ന് മാത്രം കരുതിയാൽ പോരാ. അവിടെ ഇങ്ങനെ മരത്തിൽ നിന്ന് ഇലകൾ പറിക്കുന്നത് പോലെ പറിക്കുകയല്ല പണം.
അവർക്ക് വളരെ ലളിതമായി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പലപ്പോഴും പട്ടിണി കിടന്നാണ് അവർ നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നത്. 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവരിൽ കുറവാണ്. 2 നേരത്തെ ഭക്ഷണം പലപ്പോഴും അത് നമ്മളൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നില്ലേ? അതുപോലെ കൃത്യസമയത്തല്ല കഴിക്കുന്നത്. നമുക്ക് തോന്നുമ്പോ, നമുക്കിഷ്ടപ്പെടുമ്പോ ചിക്കനും മട്ടനും ബീഫും നമ്മൾ കഴിക്കുന്നില്ലേ? അങ്ങനെയുള്ള ഭക്ഷണമല്ല അവർ കഴിക്കുന്നത്. നാം ഇഷ്ടപ്പെടുമ്പോ പലതരം മന്തികൾ കഴിക്കുന്നില്ലേ? അതുപോലെയല്ല അവർ കഴിക്കുന്നത്. നമുക്കിഷ്ടപ്പെടുമ്പോ, നമുക്ക് തോന്നുമ്പോ പലതരം വിഭവങ്ങളാൽ നമ്മൾ സമൃദ്ധരായി അന്തമില്ലാതെ, ഒരർത്ഥവും ഇല്ലാതെ നാം കഴിക്കുന്നില്ലേ? അങ്ങനെയല്ല അവർ കഴിക്കുന്നത്. പലപ്പോഴും 2 നേരത്തെ ഭക്ഷണം, ആ ഭക്ഷണം തന്നെ ഒരു നിശ്ചിത സമയത്തല്ല, പല സമയങ്ങളിലായി കഴിക്കുന്നു. ചിലപ്പോ 2 മണിക്ക് കഴിക്കും, ചിലപ്പോ 3 മണിക്ക് കഴിക്കും, ചിലപ്പോ 4 മണിക്ക് കഴിക്കും, ചിലർ 5 മണിക്കും 6 മണിക്കും കഴിക്കും. രാത്രി ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് തലച്ചാച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ഓടുന്ന, ജോലി ചെയ്യുന്ന, ഡ്യൂട്ടി ചെയ്യുന്ന എത്രയോ പിതാക്കന്മാർ ഗൾഫിലുണ്ട്, എത്രയോ സഹോദരന്മാർ ഗൾഫിലുണ്ട്, എത്രയോ ഭർത്താക്കന്മാർ ഗൾഫിലുണ്ട്, എത്രയോ വാപ്പമാര് ഗൾഫിലുണ്ട്. അവരോടാണ് നാം വിരോധം കാണിക്കുന്നത്. അവരാണ് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നത്. അവരുടെ നൊമ്പരങ്ങളെ കുറിച്ച്, അവരുടെ വേദനയെ കുറിച്ച് നാം അറിയുന്നില്ല, അതാലോചിക്കുന്നില്ല. ആവശ്യപ്പെടുമ്പോഴെല്ലാം പണം എത്തിച്ചു തരുന്നു. അതെങ്ങനെയാണ് എത്തിച്ചു തരുന്നത് എന്ന ഒരു ചിന്ത പോലും നമുക്കില്ല. അങ്ങനെ ഒരു ആലോചനയും നമുക്കില്ല. അങ്ങനെ ഒരു അന്വേഷണം നമുക്കില്ല. ചോദിക്കുന്നതെല്ലാം എന്റെ പിതാവ് അയച്ചു തരുന്നു. എങ്ങനെ തന്റെ പിതാവിന് ഇതിന് കഴിയുന്നു എന്ന് ചോദിക്കുന്ന മക്കളുണ്ടോ? ചോദിക്കുന്നതിനെല്ലാം, ചോദിക്കുമ്പോഴെല്ലാം അയച്ചു തരുന്നു. എങ്ങനെയാണ് തന്റെ പ്രിയതമൻ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇതയച്ചു തരുന്നത് എന്ന് എപ്പോഴെങ്കിലും ഒരു ഭാര്യ ആലോചിച്ചിട്ടുണ്ടോ, അന്വേഷിച്ചിട്ടുണ്ടോ? ചോദിക്കുമ്പോഴെല്ലാം അയച്ചു തരുന്നു മകൻ പണം. എങ്ങനെയാണ് ഇത് അയച്ചു തരുന്നത് എന്ന് എപ്പോഴെങ്കിലും ഒരു വാപ്പയും ഉമ്മയും മകനോട് ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ സഹോദരന്മാരോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിക്കുന്നതിനെല്ലാം ആവശ്യമായ പണം അയച്ചു തരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ സ്വാർത്ഥമായും സസുഖമായും അഭിവൃദ്ധിയുടെ ആരാമങ്ങളിൽ അന്തമില്ലാതെ ജീവിക്കുകയാണ്. ആ സമൃദ്ധമായ അഭിവൃദ്ധി എങ്ങനെയാണ് നമ്മെ അനുഭവിക്കാൻ അവർ അധ്വാനിക്കുന്നത് എന്ന് നാം ഒരു നിമിഷം ആലോചിക്കേണ്ടതില്ലേ? ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടതില്ലേ? ഒരു നിമിഷം ആലോചന കൊണ്ടെങ്കിലും അവരോടൊപ്പം ചേർന്നു നിൽക്കേണ്ടതില്ലേ? ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. നമുക്ക് പണം വേണം. നമ്മൾ ചോദിക്കുമ്പോൾ അത് കിട്ടണം. ചോദിക്കുന്നതിന് വേണ്ടി കിട്ടണം. ചോദിക്കുന്ന സമയത്ത് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ എന്താണ് വിശേഷം എന്ന് ചോദിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മകൻ വിളിച്ചാൽ ഉമ്മയുടെ സ്വരം മറ്റൊന്നായിരിക്കും, വാപ്പയുടെ സ്വരം മറ്റൊന്നായിരിക്കും, മകളുടെ മകന്റെ സ്വരം മറ്റൊന്നായിരിക്കും,
ഭാര്യയുടെ സ്വരം മറ്റൊന്നായിരിക്കും. സഹോദരന്മാർ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ അവരുടെ സ്വഭാവവും സ്വരവും മാറും. പെങ്ങന്മാര് ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ അവരുടെ സ്വഭാവവും ശൈലിയും മാറും. ലേ ഉണ്ടായിട്ട് തരുന്നില്ല എന്നാണ് നമ്മുടെ ആക്ഷേപം. ഉണ്ടായിട്ട് തരാൻ മനസ്സില്ല എന്നാണ് നമ്മുടെ വിലയിരുത്തൽ. അവന്റെ കഷ്ടപ്പാടിന്റെ അരികിലൂടെ പോലും ഒന്ന് അന്വേഷിച്ചു ചെല്ലാനുള്ള മാനസികമായ പ്രൗഢിയിലേക്ക്, അലിവിലേക്ക്, കാരുണ്യത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. പട്ടിണി കിടന്ന് ജീവിക്കുന്ന, കുടുംബം പോറ്റുന്ന എത്രയോ സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്നുണ്ട്. എത്രയോ പിതാക്കന്മാർ കഷ്ടപ്പെടുന്നുണ്ട്. എത്രയോ ഭർത്താക്കന്മാർ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ നൊമ്പരങ്ങളോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവുകയാണെങ്കിൽ അതിന്റെ ആശ്വാസമെങ്കിലും മാനസികമായി അവർക്ക് ലഭിക്കും എന്ന് തിരിച്ചറിയണം നമ്മൾ. ലളിതമായ ജീവിതം, ലളിതമായ ജീവിതം, മനോഹരമായ ജീവിതം, അന്തസ്സുള്ള ജീവിതം, ആറാടുന്ന ജീവിതമല്ല. സമാധാനമുള്ള ജീവിതം ഉണ്ടാവുകയല്ല, നാം ഉണ്ടാക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ 6 മാസത്തിന്റെ ഉള്ളിൽ 60 കല്യാണം നടക്കുകയാണെങ്കിൽ 60 കല്യാണങ്ങൾക്കും പുതിയ വസ്ത്രം വേണം. 60 നിശ്ചയം നടക്കുകയാണെങ്കിൽ അതിനും പുതിയ വസ്ത്രം വേണം. എവിടുന്ന് കിട്ടി മനുഷ്യന്റെ നൊമ്പരമറിയാത്ത, വേദനയറിയാത്ത, പ്രയാസമറിയാത്ത ഈ നാറിപ്പുഴുത്ത സംസ്കാരം? ആരുടെ നൊമ്പരമാണ് നാം മറച്ചു വെക്കുന്നത്? ആരുടെ നൊമ്പരമാണ് നാം മറന്നു പോകുന്നത്? ആരുടെ വേദനയാണ് നാം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ വിയർപ്പിന്റെ വിലയാണ്, രക്തകണത്തിന്റെ വിലയാണ് നാം അറിയാതെ പോകുന്നത്? നമ്മളുടെ മക്കളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ ഭർത്താക്കന്മാരുടെ, നമ്മുടെ പിതാക്കന്മാരുടെ. ഒന്നും മാറണം നമ്മൾ, ഒന്നും മാറി ചിന്തിക്കണം നമ്മൾ. ഒന്ന് മനോഹരമായി ചിന്തിക്കണം നമ്മൾ. മനുഷ്യ മനസ്സിന്റെ നൊമ്പരത്തോട് ചേർന്ന് നിൽക്കാനുള്ള വികാസം നമ്മുടെ മനസ്സിനുണ്ടാകണം. വലിപ്പം നമ്മുടെ മനസ്സിനുണ്ടാകണം. പ്രൗഢി നമ്മുടെ മനസ്സിനുണ്ടാകണം. അലിവ് നമ്മുടെ മനസ്സിനുണ്ടാകണം. കാരുണ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. വിദേശ രാജ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ പിതാക്കന്മാർ ഒരൽപ്പം ആശ്വാസത്തോടുകൂടെ, വേവലാതിയില്ലാതെ, കഷ്ടപ്പാടില്ലാതെ, പ്രയാസമില്ലാതെ, മാനസികമായ പ്രതിസന്ധികളില്ലാതെ അവർ കഷ്ടപ്പെടുന്നിടത്ത് കഷ്ടപ്പെടട്ടെ. എന്നിട്ട് അവർ കഷ്ടപ്പെടുന്നതിന്റെ മൂല്യത്തിൽ നിന്ന് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോ ഇതാ അങ്ങയുടെ അധ്വാനത്തിന്റെ മൂല്യമാണെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ നമ്മുടെ കൈവശം ഉണ്ടാവണം. മാതാപിതാക്കളെ, നമ്മുടെ കൈവശം ഉണ്ടാകണം. ഭാര്യമാരെ, നമ്മുടെ കൈവശം ഉണ്ടാകണം. മക്കളെ, നാം വിചാരിച്ചാൽ അത് നടക്കും. നാം വിചാരിച്ചാൽ അത് നടക്കും. ആദ്യം നാം തിരിച്ചറിയണം. ആദ്യം നാം തിരിച്ചറിയണം. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മെ ഇവിടെയാക്കിയിട്ട് ഏതോ ലോകത്തിന്റെ കോണിൽ രക്തം വിയർപ്പായി വിശപ്പകറ്റുന്ന, ഭക്ഷണമില്ലാതെ
ദാഹം തീർക്കാൻ വെള്ളം കുടിക്കാതെ കഷ്ടപ്പെടുന്നു. എന്തു പറ്റി? യഥേഷ്ടം വെള്ളം കുടിച്ചാൽ മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരും. മൂത്രമൊഴിക്കാൻ പോകാൻ ഒഴിവില്ലാത്തതുകൊണ്ട് വെള്ളം കുടി വളരെ കുറവാണ് എന്ന് പറഞ്ഞ എത്രയോ സഹോദരന്മാർ എന്റെ അറിവിലുണ്ട്. 3 നേരവും ഭക്ഷണം കഴിച്ചാൽ ഭാര്യക്കും കുട്ടികൾക്കും കുടുംബത്തിനും എത്തിച്ചു കൊടുക്കേണ്ട പണം എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല ഉസ്താദേ എന്ന് പറഞ്ഞ എത്രയോ സഹോദരന്മാർ എന്റെ അറിവിലുണ്ട്. മതിവരുവോളം ഉറങ്ങിയാൽ വീട്ടിലേക്ക് പണം അയച്ചു കൊടുക്കാൻ മാത്രം എന്റെ കൈവശം ഉണ്ടാവില്ല, അതുകൊണ്ട് ഓവർ ഡ്യൂട്ടി ചെയ്യുകയാണ് എന്ന് പറഞ്ഞ എത്രയോ സ്നേഹിതന്മാർ എന്റെ അറിവിലുണ്ട്. പക്ഷേ ഇത്തരം ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നാം ഇവിടെ അന്തസ്സിന്റെ അഹങ്കാരം കൊണ്ട് അഭിവൃദ്ധിയും പ്രകടിപ്പിച്ച് നടക്കുന്നത്. ഇവരുടെയൊക്കെ പണം ഉപയോഗിച്ചാണ് നാം ഇവിടെ ധൂർത്ത് കാണിക്കുന്നത്. ഇവരുടെയെല്ലാം ചോരയിലൂടെയാണ് നാം നീന്തി കളിക്കുന്നത്. ഇവരുടെയെല്ലാം വിയർപ്പിലൂടെയാണ് നാം ഇങ്ങനെ പ്രൗഢിയും കാണിച്ചു നടക്കുന്നത്. ആലോചിക്കണം, നമ്മള് ചിന്തിക്കണം. നമ്മള് എപ്പോഴെങ്കിലും ഒരൽപ്പം കുറവ് വരുത്തിയാൽ, എപ്പോഴെങ്കിലും ഒരൽപ്പം കുറവ് വന്നാൽ അതിന്റെ പേരിൽ അന്യരാജ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന വാപ്പയെയും സഹോദരന്മാരെയും ഭർത്താക്കന്മാരെയും മാനസികമായി പൊറുതിമുട്ടിക്കുന്ന എത്രയാളുകളുണ്ട് നമുക്കിടയിൽ. ഒരൽപ്പം കരുണ കാണിച്ചുകൂടെ നമുക്ക്? ഒരൽപ്പം സ്നേഹം കാണിച്ചുകൂടെ നമുക്ക്? ഒരൽപ്പം പരിമിതമായി ഭാവിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനാവശ്യമായ സാമ്പത്തിക വിനിമയം നടത്തി, സാമ്പത്തിക ക്രയവിക്രയം നടത്തി, സാമ്പത്തിക ഉപയോഗം നടത്തി അവർ തിരിച്ചു വരണം സംതൃപ്തമായി, സമാധാനമായി എന്ന ഒരു ചിന്തയിലേക്ക് നാം പോവുകയാണെങ്കിൽ കുറെ കാര്യങ്ങളെ പരിമിതപ്പെടുത്തി നമുക്ക് അവർക്കൊരു തണലായി മനുഷ്യനായെങ്കിലും നിന്നുകൊടുക്കാൻ നമുക്ക് കഴിയില്ലേ? നാം ആലോചിക്കണം, ചിന്തിക്കണം. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന, വിദേശ രാജ്യങ്ങളിൽ പ്രയാസപ്പെടുന്ന, അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുണ്ടല്ലോ, എല്ലാവരും സസുഖം സസന്തോഷം ആനന്ദകരമായി ജീവിക്കുകയല്ല. നമുക്ക് വേദനയില്ലാതാകാൻ, നമുക്ക് നൊമ്പരമില്ലാതാകാൻ, നമുക്ക് ദാരിദ്ര്യമില്ലാതാകാൻ, ദാരിദ്ര്യം അനുഭവിച്ച് പട്ടിണി കിടന്ന് ദാഹജലം പോലും ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി നിലകൊള്ളുകയാണവര്. അവർക്ക് വേണ്ടി നാം ഇവിടെ നിലകൊള്ളണം. കിട്ടുന്നത് മുഴുവനും ഉപയോഗിച്ചു തീർക്കുക എന്നതിനപ്പുറം കിട്ടുന്നത് അഭിവൃദ്ധിയോടുകൂടെ ഉപയോഗിക്കാനുള്ള ഐശ്വര്യമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അഭിവൃദ്ധിയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നാം ആലോചിക്കണം, എത്രയോ സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ വീട്ടിലേക്ക് വരാൻ കഴിയാതെ സാമ്പത്തികമായി കഷ്ടപ്പെട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ മോളെ വിവാഹത്തിന്, പെങ്ങളെ വിവാഹത്തിന്, സഹോദരിയുടെ വിവാഹത്തിന് പണമയച്ചു കൊടുക്കുന്നതിന് വേണ്ടി പാസ്പോർട്ട് പണയം വെച്ച് പണം അയച്ചു കൊടുത്ത് പാസ്പോർട്ട് തിരിച്ചെടുക്കാൻ കഴിയാതെ, തിരിച്ചു വാങ്ങാൻ കഴിയാതെ, നാട്ടിലേക്ക് വരാൻ കഴിയാതെ
മാതാപിതാക്കളെ കാണാൻ കഴിയാതെ, ഭാര്യയെയും മക്കളെയും കാണാൻ കഴിയാതെ, പ്രിയപ്പെട്ടവരാരെയും കാണാൻ കഴിയാതെ ഗൾഫ് നാടുകളിൽ കടന്ന് കഷ്ടപ്പെടുന്ന യഥേഷ്ടം ആളുകളുണ്ട്. എന്താ വിശേഷം? സുഖം തന്നെ. ബാപ്പാനോട് പറയാണ്, വാപ്പാ സുഖം തന്നെ, ഉമ്മ സുഖം തന്നെ, ഭാര്യയോട് സുഖം തന്നെ, മക്കളോട് സുഖം തന്നെ. എന്താ സുഖം? നാട്ടിലേക്ക് വരാൻ കഴിയാതെ, മക്കളെ കാണാൻ പറ്റാതെ, പ്രിയപ്പെട്ടവരാരും ഇല്ലാതെ, ഒരു വഴിയും ഇല്ലാതെ, പാസ്പോർട്ട് പോലും പണയം വെച്ച് നാട്ടിൽ സഹോദരിമാരുടെയും മക്കളുടെയും വിവാഹം നടത്തുന്ന എത്രയെത്രയോ സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ ഉണ്ട്. അതുപോലെ നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് അയച്ചു തരുന്നില്ലേ? എല്ലാം ഉണ്ടായിട്ടല്ല. ഇന്ന് ചോദിക്കുന്നത്, ഇന്ന് അയച്ചു തരുന്നത് കടം വാങ്ങിച്ചാണ്. നാളെ ചോദിക്കുമ്പോൾ അതും അയച്ചു തരുന്നത് കടം വാങ്ങിയിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറെ കടം, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഇവിടെ കുറെ കടം. ഇങ്ങനെ നെടുവീർപ്പിന്റെ ദുരന്തക്കയത്തിൽ കടന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ എത്രയെത്രയോ ഗൾഫിലുള്ള പാവപ്പെട്ട സഹോദരന്മാർ, അവർക്കൊരാശ്വാസമായെങ്കിലും കടുപ്പമേറിയ പ്രയാസമുള്ള പ്രതിസന്ധിയുണ്ടാകുന്ന ചുമതലകൾ അവരുടെ തലയിൽ കെട്ടിവെക്കാതെ ഒരാശ്വാസത്തിന്റെ നേർക്കയത്തിലൂടെ, ആശ്വാസത്തിന്റെ തണലിലൂടെ അവർക്കൊരു സമാധാനമായി നിലനിൽക്കാൻ, ഒരു പ്രചോദനമാകാൻ, ഒരു തണലാകാൻ നമുക്ക് കഴിയില്ലേ? എന്തുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിക്കൂടാ? അവരുടെ ജീവിതത്തിന്റെയും പ്രയാസത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രതിസന്ധി എന്തുകൊണ്ട് നാം ഒന്ന് ഓർത്തുകൂടാ? അതിനനുസരിച്ച് എന്തുകൊണ്ട് നമുക്കൊന്ന് ക്രമപ്പെട്ടുകൂടാ?